ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? ചതിക്കാനോ? എന്ത് ചതിക്കാൻ? അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? എല്ലാം ഞാൻ ഫോണിലൂടെ പറഞ്ഞല്ലേ. നീ ഇപ്പോ ആ നരേന്ദ്രനോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. രക്ഷപ്പെടാവുന്ന വല്ല ധാരണ നിനക്കുണ്ടെങ്കിൽ അത് വേണ്ട. നരേന്ദ്രേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ വെറുതെ ഫോളോ ചെയ്യുന്നേ? നിന്റെ അച്ഛനും അമ്മ അനിയത്തിയും നിന്നോടൊപ്പം ഉണ്ടല്ലേ? ഇല്ല, അവരാരും എന്റെ ഒപ്പം ഇല്ല. അച്ഛൻ മാത്രം വല്ലപ്പോഴും എന്നെ വിളിക്കുക എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിനക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടത് മണിമാലയാ. സത്യം പറ, അതാരുടെ കയ്യില? നിന്റെ കയ്യിലല്ലേ? നിന്റെ കയ്യിൽ കൊണ്ട് തന്നില്ലേ അവര്? അയ്യോ ഇല്ല, അത് അച്ഛന്റെ കയ്യിലാണെന്നാ അച്ഛൻ പറഞ്ഞത്. നോക്കൂ, സത്യം ഞാൻ പറയുന്നത്. എന്റെ കയ്യിൽ തരാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ എനിക്കത് ആവശ്യമില്ലാത്തോണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചില്ല. വേണേ ഞാൻ അച്ഛനെ വിളിച്ച് വാങ്ങി നരേന്ദ്രേട്ടനെ ഏൽപ്പിക്കാം. നോക്ക്, എനിക്കതിന്റെ ആവശ്യമില്ല. പക്ഷെ അതിനുശേഷം എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം. നീ ഈ പറയുന്നൊക്കെ സത്യമാണല്ലോ അല്ലേ? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? അതും എനിക്ക് ഒരു ഗുണമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച്. നരേന്ദ്രേട്ടൻ തന്നെ പറ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് ആ മണിമാല വാങ്ങി എന്നെ ഏൽപ്പിക്കണം. എന്താ പറ്റുമോ? പറ്റും. പക്ഷെ മണിമാല കിട്ടിക്കഴിഞ്ഞാൽ എന്നെയും എന്റെ കുടുംബത്തെയും പിന്നെ ഉപദ്രവിക്കരുത്. ഇല്ല. എന്ന് നടക്കും ഇതൊക്കെ? അച്ഛൻ ഇപ്പൊ എവിടെയാന്ന് എനിക്കറിയില്ല. അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എപ്പോ സംസാരിക്കാൻ പറ്റുന്നോ അപ്പൊ തന്നെ ഞാനത് വാങ്ങി തന്നേക്കാം. ശരി, 7 ദിവസത്തെ സമയം നീ എടുത്തു. ഇന്നേക്ക് 7ന്റെ അന്ന് മണിമാല എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. അതിന് വല്ലോ മാറ്റം വന്ന നിന്നെ ഞാൻ കൊല്ലും. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി. 7ന്റെ അന്ന് മണിമാല ഞാൻ കൈ കൊണ്ടുവന്ന് തരും, ഉറപ്പ്. ഈ ഉറപ്പിന്മേൽ ചതി വല്ലതും കാണിച്ച ബാക്കി അപ്പോ. നിന്റെ ഫോണിന്റെ ലോക്ക് മാറ്റിയതാ? താ. ഞാൻ വിളിച്ചോറപ്പിച്ചോളാം. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ നിന്റെ കയ്യിൽ മണിമാല ഉണ്ടാവണം. ഇനി വേറെ സംസാരമൊന്നുമില്ല. ആ, പിന്നെ നിനക്ക് തരാൻ വേണ്ടിയല്ല ഞാൻ കഷ്ടപ്പെട്ടത്. അച്ഛാ,
ഞാൻ അച്ഛനെ എത്ര നേരമായിട്ട് വിളിക്കുന്നു. മണിമാല എവിടെ? വേഗം തന്നേക്ക്. നാളെ രാവിലെ തന്നെ നമുക്ക് ലോക്കറിൽ വെക്കണം. നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? ചതിക്കാനോ? എന്ത് ചതിക്കാൻ? അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? എല്ലാം ഞാൻ ഫോണിലൂടെ പറഞ്ഞല്ലേ. നീ ഇപ്പോ ആ നരേന്ദ്രനോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ഇല്ല, ഇനി ഞാനിത് നിനക്ക് തരില്ല. അച്ഛാ, ഞാൻ വെറുതെ അയാളോട് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാ. അച്ഛൻ ഇതിങ്ങ് തന്നെ. ഇല്ല, തരില്ല. ഇനി എന്ത് വന്നാലും നിന്നെ ഞാൻ ഏൽപ്പിക്കില്ല. നീ അവനെ ചതിച്ചതുപോലെ നമ്മളെയും ചതിക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛാ, മര്യാദക്ക് ഇങ്ങ് തന്നോ, ഇല്ലെങ്കിൽ വാങ്ങിക്കാൻ എനിക്കറിയാം. അച്ഛൻ വെറുതെ ഇവിടെ കിടന്ന് സീനുണ്ടാക്കരുത്. നിന്റെ ഉദ്ദേശം വേറെയാ. ഇത് നിനക്ക് ഞാൻ തരില്ല. മരിക്കേണ്ടി വന്നാലും ശരി, ഇനി ഞാൻ നിനക്ക് തരില്ല. അച്ഛാ, നിന്നെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. അച്ഛാ, ഇങ്ങ് താ. അച്ഛൻ നിക്ക്. അച്ഛൻ നിന്നേ. അച്ഛൻ നിക്ക്. അച്ഛാ, അച്ഛൻ നിക്ക്. അച്ഛാ, അച്ഛൻ കളിക്കല്. അച്ഛൻ നിക്ക്. അച്ഛാ, അങ്ങോട്ട്. അച്ഛൻ നിക്ക്. അച്ഛൻ നിക്കാൻ. അച്ഛൻ നിക്കാനാ പറഞ്ഞ. അച്ഛൻ, അച്ഛൻ ഇങ്ങ് താ. അച്ഛൻ കളിക്കല്. അച്ഛൻ നിക്ക്. അച്ഛൻ നിക്കാനാ പറയുന്നേ. അച്ഛൻ തരണം. വാങ്ങിക്കാൻ എനിക്കറിയാം. വിടാനല്ലേ പറഞ്ഞേ? അച്ഛൻ, 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 അച്ഛൻ നിക്ക്. അച്ഛൻ, അച്ഛൻ, അച്ഛൻ. ഓടി വാടാ. വണ്ടി തട്ടി തോന്നുന്നു. അയ്യോ ചേട്ടാ, 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 എന്തെങ്കിലും പറ്റിയോ? ചേട്ടാ, എഴുന്നേറ്റ്. എഴുന്നേക്ക്. നോക്കി. സൂക്ഷിച്ചേ. നോക്കി. പതി ബാഗ് നിങ്ങളോട് കയറിക്കോ. ഞാൻ കയറാം.